ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് നെടുന്തൂണുകളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചേക്കുമെന്ന വാർത്തകൾ കായിക ലോകത്ത് ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്ക് ശേഷം ഇരുവരും കളി മതിയാക്കാൻ സാധ്യതയുണ്ടെന്നും 2027 അടുത്ത ലോകകപ്പിന് മുന്നോടിയായി യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകാനാണ് BCCIയുടെ നീക്കമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ഗില്ലിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ടീമിനെ വാർത്തെടുക്കാനുള്ള ഈ നീക്കങ്ങൾ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ 3-ാം നമ്പറിനെ ദീർഘകാലം അടക്കി ഭരിച്ച വിരാട് കോഹ്ലി എന്ന പ്രതിഭാശാലിയുടെ പകരക്കാരൻ ആരെന്ന ചോദ്യം. ക്രിക്കറ്റ് ചരിത്രത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ഒരു യുഗത്തിന്റെ പ്രതീകമായി മാറിയ കോഹ്ലിയുടെ വിടവ് നികത്താൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഉറ്റുനോക്കുന്ന ചില യുവതാരങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള യുവ ഇടംകൈയൻ ബാറ്ററായിട്ടുള്ള സായ് സുദർശൻ വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായി 3-ാം നമ്പറിൽ കളിക്കാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന താരമാണ്. സമീപകാലത്ത് ടെസ്റ്റിലും ഏകദിനത്തിലും T20യിലും അരങ്ങേറ്റം കുറിച്ച സായ് 3 ഫോർമാറ്റുകളിലും മികച്ച സ്ഥിരത പുലർത്തുന്നുണ്ട്. കോഹ്ലിയെ പോലെ ഗ്രീസിലെത്തിയാൽ ഉടൻ തന്നെ വലിയ ഷോട്ടുകൾക്ക് മുതിരാതെ പതിയെ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി ഏകദിന ക്രിക്കറ്റിന് വളരെ അനുയോജ്യമാണ്. റൺസ് പിന്തുടരുമ്പോൾ സമ്മർദ്ദങ്ങളില്ലാതെ കളിക്കാനും കളി കൈവിട്ടു പോകാതെ നിയന്ത്രിക്കാനും സായിക്ക് പ്രത്യേക കഴിവുമുണ്ട്. 2023 സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലൂടെയാണ് സായി ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. അന്ന് കളിച്ച 3 മത്സരങ്ങളിൽ 2ലും അർദ്ധ സെഞ്ചുറി നേടിയ അദ്ദേഹം 127 റൺസ് സ്വന്തമാക്കിയിരുന്നു. ഈ മികച്ച പ്രകടനം ഉണ്ടായിട്ടും അതിനുശേഷം ഏകദിനത്തിൽ സായിക്ക് അവസരം ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. എങ്കിലും യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള BCCIയുടെ പുതിയ നയങ്ങൾ സായിക്ക് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. ക്ലാസിക്കൽ ഷോട്ടുകൾ കളിക്കാനും സിംഗിളുകൾ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനും പിന്നീട് വലിയ ഷോട്ടുകളിലേക്ക് കടക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവും ഇന്ത്യയുടെ മധ്യനിരയ്ക്ക് ഒരുപാട് കരുത്ത് നൽകും. ഇടംകൈയൻ ബാറ്ററും ഓൾറൗണ്ടറുമായ തിലക് വർമ്മയാണ് കോഹ്ലിയുടെ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു താരം. നിലവിൽ ഇന്ത്യൻ T20 ടീമിലെ അഭിവാജ്യ ഘടകമായ തിലക് കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ തുടർച്ചയായി 2 T20 സെഞ്ചുറികൾ നേടി തന്റെ ബാറ്റിംഗ് മികവ് തെളിയിച്ചിരുന്നു. ഒരു ഓൾറൗണ്ടർ ആയതുകൊണ്ട് തന്നെ ബാറ്റിംഗിനൊപ്പം ബൌളിംഗിലും ടീമിന് ഒരു മുതൽക്കൂട്ടാകാൻ അദ്ദേഹത്തിന് കഴിയും. സായ് സുദർശനെ അപേക്ഷിച്ച് തിലക് കൂടുതലും സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ശൈലിയാണ് പിന്തുടരുന്നത്. ടീമിന് വേഗത്തിൽ റൺസ് വേണ്ടി വരുമ്പോൾ റൺ നിരക്ക് ഉയർത്താൻ അദ്ദേഹത്തിന് കഴിയും. അതേസമയം സാഹചര്യം ആവശ്യപ്പെട്ടാൽ കളി നിയന്ത്രിക്കാനും അദ്ദേഹത്തിന് അറിയാം. ഇംഗ്ലണ്ടിലെ കൗണ്ടി ടൂർണമെന്റായ വൺഡേ കപ്പിൽ തന്റെ ടീമിനായി 3-ാം നമ്പറിൽ ഇറങ്ങി തിലക് മികച്ച പ്രകടനവും നടത്തിയിരുന്നു. വിരാട് കോഹ്ലിയെ പോലെ ഒരു താരം ഒഴിച്ചിടുന്ന വലിയൊരു സ്ഥാനത്തേക്ക് വരാൻ തിലകിനെ പോലെയുള്ള ഒരു താരത്തിന്റെ മനോബലവും അഗ്രസീവ് ശൈലിയും വളരെ പ്രധാനമാണ്. ഏകദിന ഫോർമാറ്റിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചാൽ ഈ യുവതാരം തന്റെ കഴിവുകൾ തെളിയിക്കുമെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. വലങ്കയൻ ബാറ്ററും ഓൾറൗണ്ടറുമായ റിയാൻ പരാഗ് ആണ് കോഹ്ലിയുടെ പിൻഗാമിയാകാൻ സാധ്യതയുള്ള 3-ാമത്തെ താരം. 23 വയസ്സുകാരനായ പരാഗ് 3 ഫോർമാറ്റുകളിലും കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ്. സായ് സുദർശനെയും തിലക് വർമ്മയും അപേക്ഷിച്ച് കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ബാറ്റിംഗ് ശൈലിയാണ് പരാഗിന്റേത്. നിലവിലെ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ ബാറ്റിംഗ് ശൈലിയുമായി റിയാന് ചില സാമ്യങ്ങളുണ്ടെന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ബാറ്റിംഗിനൊപ്പം ബൌളിംഗിലും റിയാൻ ടീമിന് ഒരു മുതൽക്കൂട്ടാണ്. മധ്യ ഓവറുകളിൽ ഓഫ് സ്പിന്നർ ബൗൾ ചെയ്യാനും നിർണായക വിക്കറ്റുകൾ നേടാനും അദ്ദേഹത്തിന് കഴിവുണ്ട്. ഇന്ത്യൻ ടീമിനായി ഒരു ഏകദിന മത്സരം കളിച്ച പരാഗ് അതിൽ ബാറ്റിംഗിനേക്കാൾ തിളങ്ങിയത് ബൌളിംഗിലാണ്. 3 വിക്കറ്റുകൾ വീഴ്ത്തി തന്റെ ഓൾറൗണ്ട് മികവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരു മികച്ച ഫിനിഷറുടെ റോളും നന്നായി കൈകാര്യം ചെയ്യാൻ പരാഗിന് സാധിക്കും. വിരാട് കോഹ്ലിയുടെ പകരക്കാരനാവുക എന്നത് ഈ യുവതാരങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയാണ്. എങ്കിലും ഈ 3 പേർക്കും അതിനുള്ള കഴിവുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി ഭദ്രമാക്കാൻ ഈ യുവതാരങ്ങൾക്ക് കഴിയുമോ എന്നും കാത്തിരുന്ന് കാണാം. ഈ താരങ്ങളിൽ ആരെയാണ് കൂടുതൽ അവസരങ്ങൾ നൽകി വളർത്തേണ്ടതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ടീം മാനേജ്മെന്റും സെലക്ഷൻ കമ്മിറ്റിയുമാണ്. പുതിയ യുഗത്തിലേക്ക് കടക്കുമ്പോൾ ഈ യുവതാരങ്ങളുടെ പ്രകടനവും നിർണായകമാകും.